നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ആഗസ്റ്റ് മാസത്തെ അനിഴം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല അനുകൂലമായ ഗുണഫലങ്ങൾക്ക് യോഗമുള്ളൊരു മാസമാണ്. കാരണം സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം പൂർവ്വപുണ്യ ഫലത്തെ ഇതുകൊണ്ട് 9ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനത്ത് സർവാഭിഷ്ട സ്ഥാനാധിപതിയും കർമാധിപതിയും ഭാഗ്യസ്ഥാനത്താണ്. അപ്പോൾ തൊഴിൽ സംബന്ധമായിട്ട് നല്ല ഭാഗ്യം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. അതുപോലെ തന്നെ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ലാഭം കിട്ടാനായിട്ട് യോഗമുണ്ട്. ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ചൊവ്വ പക്ഷേ അഷ്ടമത്തിലാണ്. അപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് സ്വയം എടുക്കുന്ന തീരുമാനങ്ങളും ചിന്തകളും ഒക്കെ അവനവന് തന്നെ ദോഷമായി വരുന്ന ഒരു യോഗമുള്ള സമയമാണ്. കാരണം 5ാം ഭാവത്തിൽ അലസപ്രേക്ഷ നിര്യാണകാരകനായിരിക്കുന്ന ശനിയാണ്. അപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ വേണ്ട രീതിയിൽ ചിന്തിച്ച് ചെയ്യാൻ മടിച്ച് അലസത കൂടപ്പിറപ്പായിരിക്കുക, ഒരു കാര്യവും വേണ്ട രീതിയിൽ ചെയ്യാതിരിക്കുക. പിന്നെ ലഗ്നാധിപതി അഷ്ടമത്തിൽ വ്യാഴത്തിൻ്റെ കേന്ദ്രസ്ഥിതിയിലൊക്കെ നിൽക്കുന്നത് കാരണം അനാവശ്യമായിട്ടുള്ള ചിന്തകൾ, കാരണം കളത്രകാരകനായിരിക്കുന്ന ശുക്രന് സന്യാസയോഗം വന്നിട്ട് ലഗ്നത്തിൻ്റെ സർവാഭിഷ്ട സ്ഥാനത്താണേലും നീചത്തിൽ നിൽക്കുന്നത് കൊണ്ട് അനാവശ്യമായിരിക്കുന്ന അബദ്ധ ചിന്തകൾ സ്വന്തം അവനവൻ തന്നെ ദോഷമാകുന്നു എന്ന് പറയുന്ന രീതിയിലുള്ള ചിന്തകളും പ്രവർത്തികളും അവനവൻ്റെ അഭിവൃദ്ധിക്ക് തടസ്സം ഉണ്ടാക്കുകയും മാനസികമായിട്ട് സ്വസ്ഥതക്കുറവ് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. കാരണം ഈ ശുക്രന് നീചാവസ്ഥയാണ്. കളത്രകാരകനാണ് ശുക്രൻ. എല്ലാ ഭോഗസുഖത്തെയും തരേണ്ട ശുക്രൻ ബലഹീനനായി നിൽക്കുമ്പോൾ ഭൗതികമായിരിക്കുന്ന സുഖം കിട്ടില്ല അന്ന് പറയുന്നൊരവസ്ഥയും, അതിനോടൊപ്പം തന്നെ 5ൽ ശനി നിൽക്കുന്നത് കാരണം കൊണ്ട് ഈ കാരണം കൊണ്ടൊക്കെ ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണകളും ചിന്തകളും അലസതയും നിരാശയും ഒക്കെ ഉണ്ടാകുകയും, അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കുടുംബത്തിൽ സ്വസ്ഥതക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക. 4 രാഹുവാണ്. 4 രാഹു നിൽക്കുമ്പോൾ വീട് വിട്ട് നിൽക്കാനിട വരിക, വീട്ടിൽ നിൽക്കുമ്പോൾ സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. മാത്രമല്ല കർമ്മസ്ഥാനത്ത് ഖണ്ഡകാരകനായിരിക്കുന്ന കേതുവാണ്. കർമാധിപതി ഭാഗ്യസ്ഥാനത്താണെങ്കിലും 10ാം ഭാവാധിപതി അതിൻ്റെ ദുരിതസ്ഥാനത്തേക്കാണ് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ അഷ്ടമാധിപതിയായിരിക്കുന്ന ബുധനാണ് കർമാധിപതിയോട് ചേർന്ന് നിപുണയോഗം ചെയ്തിട്ട് ലഗ്നാൽ ബാധാസ്ഥാനത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ കർമ്മം ബാധ എന്ന് പറയുന്ന ഒരു അവസ്ഥ കാരണം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളും മാനസിക പിരിമുറുക്കങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള യോഗം കൂടിയുണ്ട്. പക്ഷെ അതൊക്കെ ആണെങ്കിൽ പോലും കർമാധിപതി വ്യാഴത്തോട് ചേർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തൊഴിലുണ്ടാകും. തൊഴിൽ മേഖലയിൽ കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് കുടുംബ സംബന്ധമായിരിക്കുന്ന പ്രശ്നങ്ങളും അവനവൻ്റെ തെറ്റായ ചിന്തകളും തീരുമാനങ്ങളും ഒക്കെ തൊഴിൽ മേഖലയെയും പോലും ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് 9ൽ ഭാഗ്യസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നതിൻ്റേതായിരിക്കുന്ന ഗുണങ്ങൾ കിട്ടാതെ ഇരിക്കും. അപ്പോൾ ആ രീതിയിലുള്ള ദോഷങ്ങൾ വരാതെ ഇരിക്കാനായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യാം, നാഗപൂജ ചെയ്യണം. അതേപോലെ തന്നെ അഷ്ടമത്തിലാണ് ലഗ്നാധിപതിയായിരിക്കുന്ന ചൊവ്വ നിൽക്കുന്നത്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അഭിഷേകം, അതേപോലെ തന്നെ നെയ്വിളക്ക്, പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ പ്രാർത്ഥനയുണ്ടായാൽ വലിയ തടസ്സമില്ലാതെ അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഈ മാസത്തിൽ അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ച് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.